മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണത്തിന് എൻഡിഎ നേതാക്കളൊക്കെ ഡൽഹിയിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇവർ കൂടിക്കാഴ്ച നടത്തും. സത്യപ്രതിജ്ഞാ തീയതിയും ഉടൻ പ്രഖ്യാപിക്കും. ഗൗതം അനന്തനാരായൺ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി എൻഡിഎയുടെ പ്രമുഖ നേതാക്കളെല്ലാം ഡൽഹിയിൽ എത്തി. BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ്, അതോടൊപ്പം തന്നെ ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ, NCPയുടെ അജിത് പവാർ, ഈ മൂന്ന് നേതാക്കളും ഡൽഹിയിലുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ചർച്ചകൾ നടത്തിയ ശേഷമാകും മൂവരും തിരികെ മുംബൈയിലേക്ക് മടങ്ങുക. അതിനുശേഷം സത്യപ്രതിജ്ഞാ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിളക്കമാർന്ന വിജയം നേടിയ പശ്ചാത്തലത്തിൽ പ്രൗഢഗംഭീരമായ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടത്തുന്നതിനെ പറ്റിയാണ് BJPയുടെ ദേശീയ നേതൃത്വവും മഹാരാഷ്ട്ര സംസ്ഥാന ഘടകവും ആലോചിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള തീയതി BJP നേതൃത്വം അറിയിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. BJPയുടെ നിയമസഭാ കക്ഷിയോഗവും ഇനിയും മുംബൈയിൽ ചേരേണ്ടതുണ്ട്. BJP MLA-മാർ ചേർന്ന് വേണം നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ. നിലവിൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തണം എന്ന വികാരമാണ് BJP MLA-മാർ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഫട്നാവിസ് ആണ് സംസ്ഥാനത്ത് BJPയെ നയിച്ചത്. തിളക്കമാർന്ന വിജയം BJPക്ക് മാത്രമല്ല, BJPയെ ഒപ്പം നിർത്തിയ ശിവസേനയ്ക്കും അതുപോലെ തന്നെ അജിത് പവാർ NCP വിഭാഗത്തിനും ലഭിച്ചു. അതിനാൽ ഫട്നാവിസിനെ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കണം എന്ന വികാരമാണ് മുഴുവൻ MLA-മാർക്കും ഉള്ളത്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനം BJP ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചന.